ഇത്തവണത്തെ ഓണം ബമ്പറിൻ്റെ ടിക്കറ്റ് വിൽപ്പനയിൽ വലിയ കുതിച്ചുചാട്ടമാണ് കേരളത്തിലുള്ളത്. 75 ലക്ഷം ടിക്കറ്റുകളാണ് ഇതിനോടകം തന്നെ വിറ്റഴിഞ്ഞിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പേ തന്നെ 75 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു എന്നതാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന കണക്ക്. കഴിഞ്ഞ തവണ 71.40 ലക്ഷം ടിക്കറ്റുകളായിരുന്നു വിറ്റഴിച്ചതെങ്കിൽ ഈ തവണ നറുക്കെടുപ്പിൻ്റെ 2 ദിവസം മുമ്പാണ് 70 ലക്ഷം ടിക്കറ്റുകൾ വിറ്റഴിച്ചിരിക്കുന്നത്. 20-ാം തീയതി വരെ വിറ്റഴിച്ചത് 70 ലക്ഷം ടിക്കറ്റുകളായിരുന്നു. എന്നാൽ 25 ആവുമ്പോഴേക്കും അത് 75 ലക്ഷമായി. അതായത് ഓരോ ദിവസവും ശരാശരി 1 ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ വിറ്റുപോയിട്ടുള്ളതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് പോയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. 14,07,100 ടിക്കറ്റുകളാണ് പാലക്കാട് ജില്ലയിൽ നിന്നും വിറ്റ് പോയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ളത് തൃശ്ശൂരാണ്. 9,37,400 ടിക്കറ്റുകളാണ് ഇത്തവണ തൃശ്ശൂരിൽ നിന്നും വിറ്റുപോയിരിക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് തിരുവനന്തപുരത്താണ്. 8,75,900 ടിക്കറ്റുകളാണ് തിരുവനന്തപുരത്ത് നിന്നും വിറ്റഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒന്നാം സ്ഥാനത്ത് പാലക്കാട്, രണ്ടാം സ്ഥാനത്ത് തൃശ്ശൂർ, മൂന്നാം സ്ഥാനത്ത് തിരുവനന്തപുരം. അങ്ങനെയാണ് ഇത്തവണത്തെ ടിക്കറ്റ് വിൽപ്പന നടത്തിയിരിക്കുന്ന ജില്ലകളുടെ കണക്ക്. ഒന്നാം സമ്മാനം 25 കോടി രൂപയാണ്. എന്തായാലും ആ ഭാഗ്യശാലിയെ അറിയാൻ ഇനി 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ടിക്കറ്റ്, അതായത് നറുക്കെടുപ്പിന് 2 ദിവസം മുമ്പ് വരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 3.5 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റഴിഞ്ഞിരിക്കുകയാണ്. നറുക്കെടുപ്പിന് അന്ന് ഉച്ചവരെ നമുക്ക് ടിക്കറ്റ് വാങ്ങിക്കാൻ കഴിയും.